ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ബി ഹോട്ടൽ പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ബിഗ് ബോസ് ടാസ്ക് ഒക്കെ എല്ലാവർക്കും വീതിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ ഏതൊക്കെ പൊസിഷൻ അലങ്കരിക്കണം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജനറൽ മാനേജർ നമ്മുടെ ലക്ഷ്മിയാണ്, മാനേജർ അനുമോളും കലക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് എനിക്ക് നമ്മുടെ അനീഷേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാവിലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടോന്ന് അറിയത്തില്ല, ലൈവില് നമ്മുടെ അനീഷേട്ടൻ തൂക്കുന്നു. അവിടെ ആദില ക്ലീനിങ് ടീമിന്റെ ക്യാപ്റ്റൻ ആദില കൊടുത്ത പണിയാണ്. കൂടെ ടീമിലുള്ള അനീഷേട്ടൻ തന്നെ ക്ലീൻ ചെയ്യണം, അതായത് തൂക്കണമെന്നൊക്കെ പറയുന്നു. അനീഷേട്ടൻ അവിടെ തൂക്കുന്നുണ്ട്. അനീഷേട്ടൻ തൂക്കട്ടെ. പക്ഷെ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. അനീഷേട്ടനെ ബിഗ് ബോസും ലാലേട്ടറും എല്ലാം ചേർന്ന് ഒന്ന് കറക്കി വിട്ടിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞു, ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആ സെയിം സാധനം അത് കുറച്ചും കൂടെയും ഇലാബറേറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് അനീഷിനോട് പറഞ്ഞു. അനീഷ്, സുഹൃത്തുക്കൾ വേണം, നല്ല നല്ല സുഹൃത്തുക്കളെ ഇവിടുന്ന് എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് അനീഷിന്റെ തലയിൽ കയറിയതിന് ശേഷം അനീഷ് കുറച്ചും കൂടെ എല്ലാവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത്, നേരത്തെ ഷാനവാസുമായിട്ട് മാത്രമേ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുകയുള്ളായിരുന്നു, അല്ലെങ്കിൽ ഷാനവാസ് ചെല്ലുമ്പോൾ ഒന്ന് വെറുപ്പിക്കാതെ സംസാരിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ അനീഷേട്ടൻ അത് മാറിയിട്ട് അത്യാവശ്യം എല്ലാവരോടും ഇച്ചിരി മാന്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ പുള്ളിയുടെ ഗെയിമിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതിനുശേഷം ഇനിയിപ്പം ആ ഒരു പരിപാടി ഗെയിമിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, ബിഗ് ബോസ് ഈ നമ്മുടെ ബി ഹോട്ടലിനെ പറ്റി എല്ലാവരോടും പറയുന്ന സമയത്ത്, അതായത് ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുത്തിയിട്ട് ആ ഒരു ഗെയിമിനെ പറ്റി, ആ ഒരു ബിഗ് ബോസ് ഹോട്ടലിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്ലാനിങ് അത് അനീഷിനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് അനീഷിനോടാണ് എന്നൊരു സാധനം എനിക്ക് തോന്നി. അതായത് നിങ്ങളുടെ പ്ലാനിങ്ങുകളൊന്നും നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഗെയിം കളിക്കണം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ അനീഷേട്ടൻ തൂക്കുന്നുണ്ട്. അവിടെ അനീഷേട്ടൻ ഈ തൂക്കുന്ന സമയത്ത് നല്ല രസമായിട്ടുണ്ട് എല്ലാവരുമായിട്ട്. എനിക്ക് തോന്നുന്നു ആദിലയായിട്ടും ഷാനവാസായിട്ടും ഒക്കെ നല്ലൊരു ഇൻട്രാക്ഷൻ, തമാശ രീതിയിൽ തമാശകൾ അവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ഷാനവാസ്, നൂറ, ആദില, ബിന്നി, ജീഷൻ ഇവരൊക്കെ ഒന്നിച്ചിരിക്കുകയാണ്. അനീഷ് എന്ന് തൂക്കുമ്പോഴത്തേക്ക് ഇവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. ആ ഗെയിമും നല്ലതാണ്, ഗെയിം ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അനീഷേട്ടൻ ഉണ്ടായിരുന്ന ഒരു ഗെയിം, അതിനകത്തൊന്ന് തെന്നിപ്പോകരുത് അനീഷേട്ടൻ. അനീഷേട്ടനായിരുന്നു അവിടുത്തെ ഒരു ഒറ്റക്കൊമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ഒറ്റയാൽ പട്ടാളമായിരുന്നു. ആ ഒരു സാധനം മാറിപ്പോയാൽ അനീഷേട്ടൻ്റെ ഗെയിം വേറെ രീതിയിൽ പോകുമ്പോൾ അത് എത്രത്തോളം രസകരമാവും. തമാശയൊക്കെ കാണും, പക്ഷേ ആ ഒരു ഗെയിം എത്രത്തോളം പുള്ളിക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ ഷാനവാസ് എന്നിട്ട് ജിഷ്ണോട് പറയുന്നുണ്ട്, അനീഷിന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വരട്ടെ, നല്ല കാര്യം. അനീഷേട്ടനെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഇല്ല എങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. ആ ഗെയിമേ അനീഷേട്ടനെ മാറിപ്പോവും. ഇതവിടെ നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ അപ്പുറം വേറൊരു സംഗതി നടക്കുന്നുണ്ട്. നമ്മുടെ ആര്യൻമോൻ നല്ല രീതിയിൽ നെവിൻ്റെ അടുക്ക് ചെന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ, ഓക്കെ, നെവിൻ അത് ഭയങ്കര രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. നെവിൻ ഇന്നലെ രാത്രിയിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ പേഴ്സണലി എനിക്ക് വീട്ടിൽ അമ്മയുള്ളതാണ്, പെങ്ങളുള്ളതാണ്, ഇതൊക്കെ നെവിൻ പറയുന്നുണ്ട്. ഓക്കെ, നെവിൻ പറയുന്നതിനകത്തൊക്കെ കാര്യമുള്ളതാണ്. പക്ഷേ നെവിൻ്റെ ഈ തൊടലും പിടിച്ചിലും അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നെവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു വേറെ രീതിയിലുള്ളൊരു അത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അതൊരു ഷോയാണ്. അവിടെ ആരെങ്കിലും ഒക്കെ ഈ സാധനം എടുത്തിടും. നെവിൻ്റെ ഈ ഒരു സ്വഭാവം അത് ഷാനവാസ് എടുത്തിട്ടു, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് നീറ്റായിട്ട് നിൽക്കണം. നെവിൻ തന്നെ പറയുന്നുണ്ട്, 10-72 ക്യാമറ ഉണ്ട്, ഞാൻ എന്തെങ്കിലും വൃത്തിയേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരും. നെവിൻ വൃത്തിയേട് കാണിച്ചു എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ടച്ച്, ഇപ്പോൾ ഒരു പുരുഷൻ വേറൊരു പുരുഷനെ തൊടുമ്പോഴത്തേക്കൊന്നും അത് അത്ര വലിയ പ്രശ്നമായിരിക്കത്തില്ല, ആവില്ല. പക്ഷെ നെവിൻ്റെ തൊടല്, നെവിൻ്റെ ഒരു മറ്റേ നാണം കുണുങ്ങിയിട്ടുള്ളൊരു പരിപാടിയും അതൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ചില ആളുകളെങ്കിലും അത് പ്രശ്നമാക്കും. അങ്ങനെ ഷാനവാസ് പ്രശ്നമാക്കിയതാണ് ഇന്നലെ. അതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിലൊക്കെ മുട്ടൻ കരച്ചിലും, രാത്രി മാത്രമല്ല പകലും ഒക്കെ മറ്റേ ആ ഒരു ടോയ്ലറ്റിൻ്റെ അവിടെ പോയിന്ന് കരയുന്നുണ്ട്. രാത്രിയിലും ഇത് പറഞ്ഞ സങ്കടമുണ്ട്. ഇപ്പം രാവിലെയും നമ്മുടെ ആര്യൻ വീണ്ടും ഇത് കുത്തി കൊടുക്കുന്നുണ്ട്. ആര്യൻ്റെ കുത്തി കൊടുക്കൽ അവൻ അധികം വൈകാതെ. എൻ്റെ ഇപ്പോഴത്തെ സംശയം, ഇപ്പോഴത്തെ മാത്രമല്ല ആദ്യത്തോടുള്ള സംശയമാണേ, ആര്യൻ എങ്ങനെയാണ് അത് നിൽക്കുന്നു എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് പറയുമോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയും, ഇവൻ എങ്ങനെയാണ് അതിനകത്ത് നിൽക്കുന്നത്, ഇവൻ അതിന് മാത്രം വോട്ടുണ്ടോ? ഞാൻ പല മറ്റേ പോളുകളും കണ്ടു. അതിലൊക്കെ ഈ മസ്താനി ഉള്ളപ്പോൾ തന്നെ പോളുകളിൽ മസ്താനിയെക്കാട്ടിലും താഴെ ആൾക്കാർ ഇവൻ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. എന്നിട്ട് പോലും ഇവനതിനകത്ത് നിൽക്കുക. ഇവനെ പിടിച്ചു നിർത്തുന്നതായിരിക്കാം,
ജിസൈലിനൊരു കൂട്ട്, ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കോംബോ കണ്ടന്റ് പുറത്ത് വരുന്നത് ചിലപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും. കണ്ടന്റ് വരുന്നുണ്ട് അറ്റ് ലാസ്റ്റ്, ആര്യൻ്റെ ഭാഗത്തുനിന്നും കണ്ടന്റ് വരുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കത് മനസ്സിലാവാത്ത. എന്താണെങ്കിലും നല്ല രീതിയിൽ ആര്യൻ എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ വെളിയിൽ പോകുമ്പോൾ നീ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ മീഡിയക്കാർ മൊത്തം നിന്റെ ഫ്രണ്ടിലോട്ട് മൈക്കും കൊണ്ട് വരും. കാരണം അത്രയ്ക്കും നിന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടമൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എൻ്റർടൈനർ ആണ് നെവിൻ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു എൻ്റർടൈനർ ആണെന്ന് വെച്ച് 42 ദിവസം 44 ദിവസം ആയിട്ടും അവിടുന്ന് കട്ട് മോട്ടിക്കുക, സെയിം വാക്കാണല്ലോ, മോട്ടിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ ഡെയിലി, അതൊരു ഭയങ്കര ബോറായത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്നൊരു തെറ്റാണ്. പിടികിട്ടിയില്ലേ? അവരൊക്കെ എന്താ വല്ലവൻ്റെ അവർ മറ്റേ എന്താണ് 7ാം കൂലികളാ. അവരും അവിടെ അവർക്കും കൂടെ ഉള്ള ഭക്ഷണം, അവർക്കും കൂടെ ഉള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ കാര്യങ്ങൾ കിട്ടുന്നത്. പക്ഷെ നെവിന് മാത്രം എല്ലാം കുറച്ച് കൂടുതൽ വേണം. മറ്റേ ഒരു തേത്തി ഉണ്ടായിരുന്നല്ലോ, ബിസിനസ് ക്ലാസ്സുള്ള എന്ന യാത്ര തെയ്യൂ, ഞാൻ ലോക്കലല്ല എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ സീസണിലെ ഒരാൾ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്തെ നെവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ. പക്ഷേ ചില സമയത്ത് പാവവും തോന്നും, ഒരു എൻ്റർടൈനർ ആണെന്ന് തോന്നും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അമ്മയും പെങ്ങളും ഒക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് കരയുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. പക്ഷെ നെവിൻ സങ്കടം തോന്നുന്നത് ഓക്കെ, പക്ഷെ അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ബിഗ് ബോസ് മാമൻ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്ന് ഇറക്കൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിനക്കൊക്കെയുള്ള പണിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, പകുതി ദിവസങ്ങളാവാൻ പോകുന്നു, ഇനിയാണ് നിങ്ങൾക്കുള്ള പണികൾ തുടങ്ങുന്നത്. ഇതുവരെ പണികളൊന്നും അങ്ങോട്ട് തന്നു തുടങ്ങിയിട്ടില്ല, ഇനി അങ്ങോട്ട് പണികൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പണി തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. കാരണം ഇതിനകത്തുനിന്ന് ഈ ഒരു ബിഗ് ബോസ് ഹൗസ്, ഈ ഒരു ബിഗ് ബോസ് ഹോട്ടലിൻ്റെ ടാസ്കിലൂടെ പലർക്കും ഒരുപാട് നേട്ടങ്ങൾ, എനിക്ക് തോന്നുന്നു ക്യാപ്റ്റനൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അങ്ങനെയാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. ഒരുപാട് സൂപ്പർ പവേഴ്സ്, ഒരു വലിയൊരു സൂപ്പർ പവർ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് നമ്മുടെ ഹോട്ടൽ കൊണ്ട്, BB ഹോട്ടൽ കൊണ്ട് നേടാൻ സാധിക്കും കണ്ടസ്റ്റൻസിന്. അതുപോലെ തന്നെ പണികളും കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് കുറച്ച് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് അനീഷിനെ അകത്തോട്ട് വിളിക്കുന്നത് കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ടാസ്കിനെ പറ്റി വായിക്കാൻ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്ലാനിങ് ഒന്നും വിട്ടുകളയരുത്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അനീഷിനെ ഉദ്ദേശിച്ച്. കാരണം അനീഷിൻ്റെ കയ്യിൽ നിന്ന് അനീഷ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നൊരു ഗെയിം അത് പോയാൽ പിന്നുള്ള അനീഷ് പിടിക്കുന്ന ഗെയിം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കോംബോയിലോട്ടൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് അനീഷിന് പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഷാനവാസുമായിട്ടുള്ള കോംബോ ഇപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ പറയുന്നതിന് മുമ്പ് ഷാനവാസുമായിട്ട് അനീഷിനുണ്ടായിരുന്നൊരു കോംബോ ഉണ്ട്. ആരും പറയാതെ സ്വന്തമായിട്ടുണ്ടായ ഒരു കോംബോ, അത് നല്ല രസമായിരുന്നു. പക്ഷേ ആ ഒരു കോംബോയിൽ പോലും ഒരു പരിധി കൂടുതൽ ഷാനവാസിനെ അടുപ്പിക്കത്തില്ല. ആ സാധനമായിരുന്നു വേണ്ടത്. ഇതിപ്പോൾ എല്ലാവരുമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ ഗെയിം എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇത്ര നാൾ കണ്ടിരുന്ന ഒരു ഗെയിം ആയിരിക്കത്തില്ല പിന്നെ അനീഷിൻ്റെ സൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് എന്നിട്ട് വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ പ്ലാനിങ് വിടരുതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ത്യാഗം ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ബിഗ് ബോസ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവസാനം പറയുന്ന വേർഡാണിത്. ഞാനത് നോട്ടീസ് ചെയ്തു. കാരണം ത്യാഗം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നിർത്തുന്നു. അനീഷിനെ അകത്തോട്ട് വിളിക്കുന്നു. അനീഷ് അകത്തോട്ട് പോകുമ്പോൾ ഉടനെ ആര്യൻ അവിടെ ഇരുന്നിട്ട്, ബിഗ് ബോസ് ഞങ്ങൾ ചെയ്ത ത്യാഗമാണ് അനീഷ്, അവനെ നിങ്ങളങ്ങ് വിളിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു ആര്യനെ ഞാൻ കണ്ടു. നിങ്ങൾ ഈ ഒരു കാര്യത്തിലും അവനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എനിക്ക് പറ്റുന്നില്ല അവനെ ന്യായീകരിക്കാൻ. കാരണം എല്ലാം അവന് കളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മുടെ ജിസയിലും അക്ബറും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്, അവർ തന്നെ പറയുന്നുണ്ട് ഇവന് ഇമ്മച്ചുവേർഡാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അവൻ ചെയ്ത ത്യാഗം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത ത്യാഗമാണ് അനീഷ്. എന്ത് ത്യാഗം ചെയ്തിട്ട് അനീഷ് ഗെയിം കളിക്കുന്നതുകൊണ്ട് അതിനകത്തിരിക്കുന്നത്, അല്ലാതെ ഇവൻ്റെ അച്ഛൻ്റെ കാശുള്ളതുകൊണ്ടല്ല അനീഷ് അതിനകത്തിരിക്കുന്നത് അല്ലേ? പക്ഷെ അവൻ ഈ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അവൻ ജനങ്ങളിലേക്ക് പോർട്രേറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ മോശം. ഇന്നലെ തന്നെ റെനയുടെ കേസിൽ അവൻ കാണിച്ചത് മോശം. ഇന്നിപ്പോൾ നോക്കാൻ നേരത്ത് അനീഷിനെ വേറെ ആരെയും അവനിങ്ങനെ പറയാൻ പറ്റത്തില്ല, അടിച്ചണ്ണാക്കി കിട്ടും. അനീഷ് പിന്നെ മാന്യമായിട്ടേ സംസാരിക്കുള്ളൂ. ഇവനീ പറയുന്നത് സംസാരിക്കത്തില്ല, ഒച്ച ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. പക്ഷെ അനീഷിൻ്റെ വാക്കുകളിൽ ഒരു മാന്യതയുണ്ട്. പിടികിട്ടിയോ? കഴുതാന്ന് വിളിക്കും, മണ്ടന്ന് വിളിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ശുദ്ധിയുണ്ട് പുള്ളി പറയുമ്പോഴത്തേക്ക്. ഒരു പരിധി കൂടുതൽ വൃത്തികേടാവുന്നില്ല ഒന്നും. പക്ഷെ ഇവൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ത്യാഗമാണ് അനീഷ്. എന്ത് ത്യാഗം? ഇതൊക്കെ ഇവനീ കാണിച്ചിട്ടും എങ്ങനെ, എൻ്റെ സംശയം അതാണ്, പിന്നെ എങ്ങനെ ഇവൻ അതിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എന്താണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അനീഷ് വരുന്നുണ്ട്. അനീഷ് ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ആദിലയാണ് ഉടമസ്ഥൻ്റെ മകൾ, ആ ഒരു ഹോട്ടലിൻ്റെ ഉടമസ്ഥയുടെ മകൾ. അപ്പം ഇച്ചിരി റിച്ച് ആയിട്ടുള്ള ഒരു മകളാണ്. ആ മകളുടെ കൂട്ടുകാരിയായിട്ടാണ് ഈ ആര്യന് കറക്റ്റായിട്ടാണ് ബിഗ് ബോസ് ഒരു വേഷം കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. കാരണം
നല്ല പണക്കാരിയായിട്ടുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ മകളുടെ കൂട്ടുകാരൻ ആ പെൺകുട്ടിയുടെ പൈസ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരുത്തൻ. ഇതാണ് ആര്യന് കൊടുത്തിരിക്കുന്ന വേഷം. അതിനുശേഷം പിന്നെ ഓരോരുത്തർക്കും ഓരോ വേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി നമ്മുടെ ജനറൽ മാനേജർ, അനുമോൾ മാനേജർ, പിന്നെ അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ട്, അക്ബർ, രണ, പിന്നെ കിച്ചന്റെ ഹെഡ് ബിന്യോ, അങ്ങനെ കുറെ എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഷാനവാസും ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കുന്ന ഒരു കോംബോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അനീഷും ഷാനവാസും ഒരു കോംബോ ആണ്. അവരുടെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്ക്ഔട്ട് ആവുന്നെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് അവരെ രണ്ടുപേരെയും കൂടെ എനിക്ക് തോന്നുന്നു മറ്റേ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ അവരുടെ നെഞ്ചത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല, ഒന്നിച്ച് അവർക്ക് വേറെ ആരുടെ അവർക്ക് ഗസ്റ്റുകളുടെ കോയിൻസ് മേടിക്കാം, എല്ലാവർക്കും കിട്ടും. പിടികിട്ടിയില്ലേ? അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഗംഭീരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഷിയാസ് കരീമും ശോഭ വിശ്വനാഥ്, ഞാൻ വിചാരിച്ചു 2 ദിവസമായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ രണ്ടുപേരും ഇന്ന് തന്നെ വരുന്നുണ്ട്. രണ്ടുപേരും ഇന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ റിയാസ് സലീം ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ഞാൻ പോയി കാണട്ടെ. ഇനി അധികം വൈകാതെ ഇനിയിപ്പം കയറി വരും നമ്മുടെ ബിഗ് ബോസ് ഹോട്ടലിലേക്ക് ഗസ്റ്റുകൾ. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് പ്രൊമോയിൽ മറ്റേ എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്കിട്ടുള്ള കൊട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രൊമോ കണ്ടപ്പോൾ നമുക്ക് ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല പ്രൊമോ എന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. എന്താണെങ്കിലും പോയി ബാക്കി ലൈവ് കാണട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.